ഇസ്തംത ബഅദുനാ ബിബഅദിൻ എന്ന ആയത്തിനെ അതിൽ വസീലത്ത് ശിർക്ക് എന്ന് ഏത് സഹാബി മനസ്സിലാക്കി, ഏത് താബി മനസ്സിലാക്കി, ഏത് തബഉ താബി മനസ്സിലാക്കി? ഏത് സഹാബി പറഞ്ഞുവെന്നല്ലേ പിടിച്ചോളൂ സുല്ലമി? ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു. ഏത് സഹാബി പറഞ്ഞുവെന്നല്ലേ പിടിച്ചോളൂ സുല്ലമി? ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു. നിങ്ങൾക്ക് കേൾപ്പിക്കാൻ കഴിയോ? വ്യവസ്ഥയിൽ അതില്ല, എന്നാലും വേണമെങ്കിൽ ഞാൻ അനുവാദം നൽകാം. വസിയത്തു ശിർക്ക് എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കൾ അത് കാണിക്കണം, താങ്കൾ തെളിയിക്കണം. ഇല്ലാത്ത കളവ് ശിർക്ക് ആരോപിച്ച പോലെ, ആയത്ത് ദുർവ്യാഖ്യാനം ആരോപിച്ച പോലെ ഇതും മേലെ കെട്ടിവെച്ചിട്ട് മറുപടി പറയാമെന്നാ വിചാരിച്ചത്. ആ തന്ത്രം ഇവിടെ പറ്റൂല. ഖുറാഫാത്തിൽ പഠിച്ചു പോകുന്നതായതുകൊണ്ട് തന്നെ മുസ്ലിയാക്കന്മാരുടെ മുമ്പിൽ നിങ്ങൾ എടുക്കുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്ന് കുറച്ചൊക്കെ ഞങ്ങൾ അവിടുന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, ബാക്കി ഇവിടുന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ആ രീതി പറ്റൂല. പറയാത്ത നിങ്ങൾ പറഞ്ഞു എന്ന് വരുത്തി തീർക്കുക, പിന്നെ മറുപടി ഇങ്ങനെ പറയാ, അത് എളുപ്പമുണ്ടല്ലോ. അതേപോലെ വസിയത്തു ശിർക്ക് എന്ന് ഖുർത്തുബിയിൽ പറഞ്ഞ വാചകം വായിച്ചുകൂടേനാ? ആരാ പറഞ്ഞു സലഫി ഖുർത്തുബിയിൽ വസിയത്തു ശിർക്ക് എന്നുണ്ട് എന്ന് ഈ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞു? ജിന്നുകളോട് സഹായം ചോദിക്കുന്നതിൽ വസീലത്ത് ശിർക്കുണ്ട് എന്ന് ഈ ആയത്ത് വിശദീകരിച്ച് ഇമാം ഖുർത്തുബി എവിടെയാണ് അതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞത്? അതാണ് മുസ്ലിയാരെ കൊണ്ടുവരേണ്ടത്. പിന്നെന്താ ആയത്ത് ദുർവ്യാഖ്യാനിച്ചത്? എന്താ ദുർവ്യാഖ്യാനിച്ചത്? ഞങ്ങൾ പറയും ഇതാ ഖുർത്തുബി ഞാൻ തരാം, ഖുർത്തുബി ഞാൻ തരാം, നിങ്ങൾ വായിക്കൂ. ഞാൻ വായിച്ച ഭാഗം ഖുർത്തുബിയിലില്ലെങ്കിൽ നിങ്ങൾ തെളിയിക്കണം. എവിടെ പറഞ്ഞു? ഇന്നേ വരെ ഒരൊറ്റ വേദിയിൽ പോലും കോഴിച്ച സംഭവത്തിലും പറഞ്ഞിട്ടില്ല, അതിന് ശേഷവും പറഞ്ഞിട്ടില്ല വസിയത്തു ശിർക്ക് എന്ന് ഖുർത്തുബിയിൽ ഉണ്ട് എന്ന് ഈ ഉള്ളവൻ പറഞ്ഞിട്ടില്ല. പറയാത്ത ഇങ്ങോട്ട് ആരോപിച്ചിട്ട് അതിനെ ഖണ്ഡിക്കാമെന്നോ നടക്കൂല.